Hi children. So in the last class we have discussed the root part of the plant. In that we have learned two types of roots, taproot and fibrous root, and just we have discussed about the different functions of a root. Now the next part of the plant, that is stem part. Stem, you all know, it is seen above the ground. That means it is a part of the shoot part. Now, stem is the main part of the shoot and it also bears the leaves, the fruits, the flowers, etc. Now, there are different types of stem. Some stem may be very strong. Some stem may be weak. വളരെ weak ആയിട്ടുള്ള stem ഉണ്ട്. So they can't stand upright. So what they will do? They will just depend on some trees or any other objects to climb on. അതായത് അവർ ഏതിലെങ്കിലും ഒക്കെ ക്ലൈംബ് ചെയ്തിട്ട് കയറും. സച്ച് വീക്ക് സ്റ്റെം ആണെങ്കിൽ. ഓക്കെ, ബട്ട് സം ആർ വെരി സ്ട്രോങ്. ദേ വിൽ ബി സം തിക്ക് ആൻഡ് ദാറ്റ് തിക്ക് ആൻഡ് സ്ട്രോങ് സ്റ്റെം ആർ കോൾഡ് ട്രങ്ക്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മരത്തിൻ്റെ തടി ഉണ്ടല്ലോ, ആ മെയിൻ പാർട്ട്, അതിനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി തിക്ക് ആൻഡ് ഇറ്റ് വിൽ ബി സ്ട്രോങ് സ്റ്റെം ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് എ ട്രങ്ക്. പിന്നെ ഈ സ്റ്റെമ്മാണ് ഒരു പ്ലാന്റിന് അല്ലെങ്കിൽ ഒരു മരത്തിനെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് വീക്ക് സ്റ്റെം ലൈക്ക് ഇപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേപ്പ് വൈൻ, ബിറ്റർ ഗോഡ്, then money plant. All these plants are very weak stem. So what they will do is they will just climb on support, on other support. ഏതെങ്കിലും സപ്പോർട്ടിൽ കൂടെ പിടിച്ചു കയറി ക്ലൈംബ് ചെയ്തിട്ട് വളരും. Or some plants are there which just creep over the ground. നമ്മുടെ ഗ്രൗണ്ടിലൂടെ തന്നെ പടർന്ന് പന്തലിച്ചിട്ട് പോകുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പംകിൻ, വാട്ടർമെലൺ, എക്സെട്ര. So according to this type, we have studied the name of such plants like climbers and creepers. Climb ചെയ്യുന്ന പോകുന്നതാണെങ്കിൽ climbers എന്ന് വിളിക്കാം. ക്രീപ്പ് ചെയ്ത് ഗ്രൗണ്ടിലൂടെ തന്നെ പടർന്ന് പോകുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ they are known as creepers. So these are the different types of stem. Now children, coming to the functions of stem. The main functions of the stem is to keep the plant upright. ആ ഒരു ചെടീനെ നേരെ നിർത്തുക എന്നുള്ളതാണ് സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ, മെയിൻ ഫങ്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദേ ബെയർ ദിസ് ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അറിയാലോ, സ്റ്റെമ്മിലാണ് ഈ വക സാധനങ്ങളൊക്കെ ഗ്രോ ചെയ്യുക. ദെൻ ദ തേർഡ് വൺ ഇസ് ദാറ്റ് ലാസ്റ്റ് ക്ലാസ് വി ടോൾഡ് ദാറ്റ് roots absorb water and nutrients from the soil. So these roots, they will transport these things or these substances into the stem. Stem എന്ത് ചെയ്യും? They will transport all these things, all these water, nutrients, minerals, etc. to the leaves. And then on the leaves, they will be preparing their food. Now the last function is that some plants store their extra food in the stem part of the plant. In such cases, we eat the stem part of the plant, or the stem part is edible. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗമായിരിക്കും ആ സ്റ്റെം പാർട്ട് എന്ന് പറഞ്ഞാൽ. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ കെയിൻ, പൊട്ടാറ്റോ, ജിഞ്ചർ, എക്സെട്ര, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. സോ ഇൻ ദീസ് പ്ലാന്റ്സ് എക്സ്ട്രാ ഫുഡ് ഇസ് സ്റ്റോർഡ് ഇൻ ദ stem part of the plant. Now coming to the next part of the plant, that is leaf. We know it is the flat surface of the plant, green colored, and it is actually known as the kitchen of the plant. Why? Because it is the part of the plant which prepare food for the plant. ഇനി അതിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ലീഫ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു നടുക്കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ വെയിൻ. ആൻഡ് ഫ്രം ദ മെയിൻ വെയിൻ ദർ ആർ സം ബ്രാഞ്ചസ് ഗോയിങ് ഓർ റണ്ണിങ് ത്രൂ ദ ഫ്ലാറ്റ് സർഫസ് ഓഫ് ദ ലീഫ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് വെയിൻസ് എന്നാണ് അതിനെ പറയുക. ആൻഡ് കമ്മിങ് ടു ദ ഫങ്ഷൻസ് ഓഫ് ലീവ്സ്. ലീവ്സിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ മെയിൻ ഫങ്ഷൻ എന്താണ്? ലീവ്സ് പ്രിപ്പയർ ഫുഡ് ഫോർ ദ പ്ലാന്റ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ദ കിച്ചൺ ഓഫ് ദ പ്ലാന്റ്. ദെൻ most of the plants appear green
It is due to the presence of a pigment known as chlorophyll. അപ്പോൾ ഈ ക്ലോറോഫില്ലിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ദ ലീവ്സ് ടു അബ്സോർബ് ദ സൺലൈറ്റ്. ഐ ടോൾഡ് യു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓൺലി പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ഫുഡ്. അപ്പോൾ ആ ഒരു ക്ലോറോഫിലാണ് ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്യണത് ലീഫിൽ. ഓക്കെ, സോ ദ ക്ലോറോഫിൽ അബ്സോർബ് ദ സൺലൈറ്റ് ആൻഡ് വിത്ത് ദ സൺലൈറ്റ് plants prepare the food. And not only sunlight, they need air and water too. Okay, air വേണം, water വേണം, sunlight വേണം. Green plantsന്, green leavesന് food prepare ചെയ്യാൻ. Then the next one, we have already discussed that plants release oxygen, isn't it? So they take carbon dioxide and prepare food, and instead they just give or exhale, release oxygen into the atmosphere. ഈ ഓക്സിജൻ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഫ്രഷ് എയർ. ലീവ്സിലുള്ള സ്മോൾ ഓപ്പണിങ്സിലൂടെയാണ് ഈ എയറൊക്കെ ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും. സോ ദേ ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദേ യൂസ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്, ആൻഡ് after that, after preparation of food, they will just release oxygen into the atmosphere, and this oxygen we are taking for our breathing. Okay, and the last function is that in some plants store extra food in their leaf part. Okay, leavesലാണ് ചില പ്ലാന്റ്സിൻ്റെ എക്സ്ട്രാ ഫുഡ് സ്റ്റോർ ചെയ്യണത്. അതാണ് എക്സാമ്പിൾ വരുന്നത് കാബേജ്, ലെറ്റ്യൂസ്, കൊറിയാണ്ടർ, സ്പിനാച്ച് എക്സെട്ര. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇലയാണ് നമ്മൾ കഴിക്കുക. ബിക്കോസ് ദ എക്സ്ട്രാ ഫുഡ് ഇസ് ദെയർ, സോ വി ടേക്ക് ഓർ ദാറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇസ് എഡിബിൾ. അത് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ദ ലീഫ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് the stem part of the plant, the leaf part of the plant. Each is having its own functions or its own importance. അപ്പോൾ അത് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. Okay, children. So we will be continuing this chapter in the next class. Till then, bye.